ഇപ്പോഴും നമ്മൾ കാണുന്ന ഒട്ടും ഉറക്കമില്ലാത്ത ആളുകൾ, അതായത് പരീക്ഷയ്ക്ക് തീരെ ഉറങ്ങിയില്ല. ഇപ്പോൾ നമ്മളൊരു 3-4 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ 5-ാം ദിവസം ചിലപ്പോൾ നമുക്ക് ഉറക്കം വന്നോളണമെന്നില്ല. അത് പിന്നെ ഒരു തുടർക്കഥയായിട്ട് പോയി, ഹാബിച്വലായിട്ട് പോയി, പിന്നെ ഉറങ്ങാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. ഇതെല്ലാം നമ്മളുടെ മാനസിക നിലയെയും നമ്മുടെ രീതിയിലുള്ള നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എല്ലാവർക്കും. ജനറ്റിക്കായിട്ട് നമ്മളുടെ രീതികൾ, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ആ തരം കെമിക്കൽസ്, ബ്രെയിനിനുള്ള ട്രാൻസ്മിറ്റേഴ്സ് എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്ന് ജനറ്റിക്കായിട്ടൊരു കാര്യമുണ്ട്. അപ്പോൾ ഓരോ ആൾക്കും അവരുടെ കുടുംബപരമായിട്ടൊരു പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലം അനുസരിച്ചാണ് ഇതെല്ലാം പ്രവർത്തിക്കുക. അപ്പം നമ്മളതിനെ മോഡിഫൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പ്രവർത്തനം നമ്മളുടെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക, എന്താണ് നമ്മളുടെ തരം. ഞാനിങ്ങനെ ഉറക്കളയ്ക്കാൻ പറ്റുന്ന ഒരാളാണോ, അല്ലെങ്കിൽ എനിക്കത് ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടോ? സെൽഫ് അനലൈസിസ്. നമ്മളൊരു ടെക്നോളജിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ടെക്നോളജി ആവശ്യമാണ്.